ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസായുടെ തിരുനാൾ ദിവസമാണ്. ഒപ്പം മഹാനായ വിശുദ്ധൻ ശിമയോൻ്റെയും സഹ രക്തസാക്ഷികളുടെയും തിരുനാൾ ദിവസം. ഒരുപക്ഷെ മലയാളികൾക്ക് അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് തിരുവോണം. ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം ആശംസകൾ ഏവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ വെള്ളടി പോലെ, ഒരു താക്കീത് പോലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ എന്നും മുഴങ്ങേണ്ട ഒരു ശബ്ദമാണ്. അന്ത്യവിധി നാളിൽ വാനമേഘങ്ങളിൽ അവൻ ആഗതനാകുമ്പോൾ ദുഷ്ടരെയും ശിഷ്ടരെയും വേർതിരിച്ച് നിർത്തി ശിഷ്ടർക്ക് സ്വർഗഭാഗ്യവും ദുഷ്ടർക്ക് നിത്യ അഗ്നിയും അവിടുന്ന് പ്രഖ്യാപിക്കാനുള്ള വിധിവാചകം ഉച്ചരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ കാരാഗ്രഹത്തിലും ആതുരാലയത്തിലുമൊക്കെ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി ഉയർത്തിയ ലൊറട്ടോ കോൺവെൻറ്റിൻ്റെ വലിയ ആത്മീയ ശുശ്രൂഷകൾക്കപ്പുറത്ത് വേദനിക്കുന്ന കൽക്കട്ടയിലെ തെരുവിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട മദർ തെരേസ ഈ വചനത്തിൻ്റെ പൊരുള് മറ്റാരെയേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിരുന്നവളാണ്. അതുകൊണ്ട് ലോകചരിത്രത്തിൽ ഇന്ന് വരെ അമ്മയെന്ന്, പരിശുദ്ധ അമ്മയെ കൂടാതെ ലോകം ഒന്നടങ്കം വിളിക്കുന്ന ഏക വ്യക്തിത്വം ഈ മദർ തെരേസയായിരുന്നു. മദർ വിടവാങ്ങി എന്നായിരുന്നു അന്ന് കേരളത്തിലും ഭാരതത്തിലെ വിവിധ ഭാഷകളിലിറങ്ങിയ പത്രതാളുകളുടെ മുഖ്യ ഹെഡിങ്. ദൈവത്തിൻ്റെ പക്ഷം ചേരുന്നവൻ, ദൈവത്തെ മുറുകെ പിടിക്കുന്നവനെല്ലാം പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുന്നവരാകണം. വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുന്നവനും അവരുടെ നൊമ്പരവേളകളിൽ അവരെ ആശ്വസിപ്പിക്കുന്നവരും അവരെ മാറോട് ചേർക്കാൻ ഔത്സുക്യം കാണിക്കുന്നവരുമാകണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ 8 നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അമ്മയുടെ ജീവിതത്തിലും ഈ സഹാനുഭൂതിയുടെയും മറ്റുള്ളവരെ പരിഗണിക്കേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യകത ഏറെ വലുതാണ്. പരോന്മുഖത ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാനായിലെ കല്യാണവേളയിൽ ദുഃഖാർത്തനായൊരു കുടുംബത്തെ അമ്മ ചേർത്ത് പിടിച്ചത് ആരും അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പേരിലല്ല. കണ്ടറിഞ്ഞ് നന്മ ചെയ്തവൾ ആ കുടുംബത്തിൻ്റെ ആകുലതയിൽ അവരെക്കാളും ഗൗരവത്തോടെ പരിഗണന നൽകി അവ പരിഹരിക്കാൻ പോരുന്നവൻ്റെ മുമ്പിലേക്ക് മാത്രം ആ വിഷയം അവതരിപ്പിച്ച് ഇരുചെവി അറിയാതെ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ള അനേകർ വേദനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, നൊമ്പരപ്പെടുന്നവർ, അവർക്കൊക്കെ ആശ്വാസമായി തീരാൻ വിശുദ്ധ മദർ തെരേസയുടെ മാതൃകകൾ കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കും ആഗ്രഹിക്കാം. തിരുവോണ നാളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നന്മയുടെ സങ്കല്പമുണ്ടല്ലോ. കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത, വലിയവനും ചെറിയവനുമില്ലാത്ത സമത്വസുന്ദരമായ ഒരു മലയാണ്മയുടെ ചിത്രം. സമൃദ്ധിയുടെ ഓണമുണ്ടെന്ന ഈ നാളിൽ എന്നെക്കാളും വലിയവനും എന്നെക്കാളും ചെറിയവനും എന്ന കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ച്
ചെറിയ മനുഷ്യനെയും ചേർത്ത് പിടിക്കാനുള്ള നല്ല മനസ്സ്, സമ്പത്തിൻ്റെയും കഴിവിൻ്റെയും മാനദണ്ഡങ്ങൾക്ക് മാറ്റം അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സഹാനുഭൂതിയുടെ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ വിരിയട്ടെ. വേദനിക്കുന്ന എല്ലാവരും എൻ്റെ സഹായം അർഹിക്കുന്നവരാണ്. അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്നതിൻ്റെ സുഖം, സന്തോഷം അതനുഭവിക്കാൻ യേശുനാഥൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വിശുദ്ധ മദർ തെരേസ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കട്ടെ. ഒരിക്കൽ കൂടി അവർക്കും തിരുവോണാശംസകൾ നേരുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും വിശുദ്ധ മദർ തെരേസയുടെ മാധ്യസ്ഥതയും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.